അവരവരുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. മനസ്സിലായോ? ഒരു കൂമ്പുണ്ട് പൊട്ടിക്കാൻ, അതിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പോഴത്തേക്ക് വടിയാണെങ്കിൽ ഒരു ഈർക്കിൽ പോലത്തെ വടിയാണ്, അത് അവിടെ തന്നെ വെച്ച്. അപ്പം എന്നാൽ വേണ്ടത് ഇങ്ങനെ എന്നെ വിചാരിച്ച് മുകളിൽ കയറിപ്പോയാൽ അവിടുന്ന് പൊട്ടിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ആദ്യം അതിൻ്റെ ഓർമ്മയില്ലായിരുന്നു അവിടുന്ന് പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല സൗകര്യമായി പൊട്ടിക്കാൻ, നല്ല വൃത്തിക്ക് കാണുകയും ചെയ്യും. ഇത് കൈ കണ്ട മുകളിൽ നിന്ന് ആദ്യം കുലച്ച് വന്നാന്നേ. അപ്പം ഞാൻ അവിടെ എത്തിയാലും വിചാരിച്ചത് പൊട്ടിക്കാമെന്ന്, കൂമ്പ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. വാഴ കുലച്ചാൽ അങ്ങനെയാണ്, കൂമ്പ് കായ് വിരിഞ്ഞ് തീരുമ്പോഴത്തേക്കും കൂമ്പ് പൊട്ടിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് വേറെ ഒരു കായ്ക്കൊല, അതിൻ്റെ കുഞ്ഞിക്കൊല വരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതും കൂടെ വിരിഞ്ഞ് തീരട്ടെ എന്നിട്ട് പൊട്ടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞ് അത്രയും ദിവസമേ ആയിട്ടുള്ളൂ, കൂമ്പ് വേറെ ആയി. പൊട്ടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ചെറിയ രണ്ടാമത് വന്ന കായ്ക്ക് മൊത്തം ഇങ്ങനെ അതിൻ്റെ പോള ഇങ്ങനെ ചൊറഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പോള വിരിഞ്ഞ് അതിനുള്ളിൽ തേനൽ നിറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് പണ്ട് വാഴയുടെ സമയത്ത് വൈകുന്നേരം ഇതായിട്ട് അടർത്തിയെടുക്കും, കൂമ്പ് പൊട്ടിക്കാണ്ട് ഈ തേനിങ്ങനെ അടർത്തിയെടുത്തിട്ട് ഇത് കുടിക്കാൻ നിൽക്കും. എന്നിട്ട് അതിൻ്റെ ആ ബാക്കിലത്തെ സാധനം കൂടെ കടിച്ചെടുക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കടവാതിൽ വവ്വാലെല്ലാം ഇങ്ങനെ തേൻ ചപ്പി കുടിക്കുന്നതുകൊണ്ട് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തിട്ടില്ല, അതൊന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ. തിരിച്ച് വരാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ 2-3 മറ്റേ എന്താ യൂഫോർബിയ ചെടി ഉണ്ടായിരുന്നു മുകളിൽ കൊണ്ടുവച്ചിട്ട്. ഇതിന് നല്ലോണം വെയിൽ കിട്ടിയാൽ മാത്രമല്ലേ പൂ വിരിയും, വെള്ളം പോരാ, വെയിൽ നല്ലോണം കൊള്ളണം. അപ്പോഴത്തേക്ക് അത് മുകളിൽ കൊണ്ടുവച്ചുകൊണ്ട് ആ കാറ്റിന് ചെരിഞ്ഞ് വീണിട്ടുണ്ടായത് 3 ചട്ടി. അതും കൂടി ഒന്ന് നേർക്കെടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച്.